ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഗുണം എന്താണെന്നോ, ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആൾക്കാരിങ്ങനെ തടി വെക്കണ ഒരു പ്രവണതയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ കോൺഷ്യസ് ആണ്. പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. മിക്കവാറും എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ മടിയാണ്, എന്തിനും അങ്ങനെ മടിഞ്ഞിരിക്കുന്ന ടീമാണല്ലോ നമ്മളൊക്കെ. അപ്പം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് കൂടുന്നത് തടയാം. അതെപ്പോഴാണ് ചെയ്യേണ്ടത്? രാവിലത്തെ നമ്മുടെ ഒരു എന്താ പറയണേ, ആ ഒരു റൂട്ടീൻ കറക്റ്റാക്കണം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ശരീരഭാരം കൂടാതിരിക്കുന്നതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ശീലങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ടതെന്നാൽ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാത്തിലും പറയാറുണ്ട്, കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളൊന്ന് പിന്നെ ദൈവവിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാം. ചാടി പിടിച്ച് എഴുന്നേൽക്കരുത്. ഈ പ്രഷറും അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തലകറക്കും പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പതുക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ എഴുന്നേൽക്കുക. അതാണ് ആദ്യത്തെ നല്ല ശീലം. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ, നമ്മൾ 1/2 ലിറ്റർ വെള്ളം കുടിക്കണം. ഈ 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കണ നമ്മൾ ഫ്ലഷ് അടിക്കണ പോലെയാണെന്ന് പറയുന്നത്. നമ്മുടെ ഈ ടോക്സിൻസൊക്കെ കുറേ പുറത്തു പോകുന്നതിനും, അതുപോലെ നമുക്ക് കൂടുതൽ വിശക്കാതിരിക്കുന്നതിനും, അധികമായിട്ടുള്ള കലോറി കത്തിച്ച് കളയുന്നതിനും എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ, പിന്നെ അമിതമായ ഭക്ഷണം കഴിക്കില്ല, ഇതൊക്കെ കുറയുന്നതിന് ഈ രാവിലത്തെ ഈ 1/2 ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാത്തിനും ഉപരി നമ്മുടെ ശരീരത്തിലെ ലൂബ്രിക്കേഷൻ, അതുപോലെ മോയ്സ്ചറൈസറൊക്കെ നിലനിർത്തുന്നതിന്, ശരീരത്തിലെ ലൂബ്രിക്കേഷനല്ല നമ്മുടെ എല്ലുകളുടെയൊക്കെ അങ്ങനെ ഇടയിലൊക്കെ ഉള്ള ലൂബ്രിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നിലനിർത്തുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ തിളക്കം കിട്ടുന്നതിനും മോയ്സ്ചറൈസറായിട്ടിരിക്കുന്നതിനും എല്ലാം നമ്മുടെ രാവിലത്തെ ഈ വെള്ളം കുടിക്കുന്ന ശീലം നല്ലതാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് കിട്ടണത് നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് തോന്നും അല്ലേ, അങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ, പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം. അതിന് നിങ്ങൾ മടിക്കരുത്. ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ പിന്നെ വീട്ടിൽ കൂടെ നടക്കുമോ, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ മുറ്റത്തൂടെ നടക്കുമോ, ചെറിയ ചെറിയ യോഗ ചെയ്യുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദിവസം മുഴുവനും നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. നമ്മുടെ ഈ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെല്ലാം കത്തിച്ച് കളയുന്നതിന് നമ്മുടെ ഈ ചെറിയ എക്സസൈസ് ഗുണം ചെയ്യും. മാത്രമല്ല, നമ്മളൊന്ന് മാനസികമായും ശാരീരികമായും ഒക്കെ നമുക്കൊന്ന് ഫ്രീ ആയ പോലെ നമുക്ക് യോഗയും എക്സസൈസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടും കേട്ടോ. മാത്രമല്ല, ഈ ഭാരം വർദ്ധിക്കുകയില്ല, ശരീരഭാരം വർദ്ധിക്കില്ല, നമുക്ക് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അതിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യണത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ, രാവിലെ തന്നെ നമ്മൾ പിന്നെ മധുരമുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ പിള്ളേർക്ക് ഇഷ്ടം കോഴിക്കോട്ട അട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുമല്ലോ, അപ്പം, മധുരമിട്ട അപ്പം. അപ്പോൾ അത് നമ്മൾ കഴിക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ മധുരം ഉള്ള ഫുഡ് രാവിലെ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും നമ്മൾ നാരുകളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഫുഡാണ് നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. രാവിലെ തന്നെ നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗറും അതുപോലെ അതിൻ്റെ ബോർഡർ ലൈനിലൊക്കെ കിടക്കുന്നവർക്ക് നമുക്ക് ഷുഗർ കൂടുതലായിട്ട് ശരീരം ആഗിരണം ചെയ്യും. അതുമൂലം നമുക്ക് ഷുഗർ കൂടുകയൊക്കെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മധുരമുള്ള പിന്നെ ഭക്ഷണം രാവിലെ ഫ്രൂട്ട്സ് അല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മധുരമുള്ള ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കാതിരിക്കുക. ഓക്കെ, അടുത്ത നല്ല ശീലം എന്താണെന്നോ, പ്രഭാതത്തിൽ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണം, പിന്നെ നല്ല ആരോഗ്യമായ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണമാണ് ഇനി നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത്. ഇപ്പോൾ രാവിലെ തന്നെ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശക്കില്ല. ഇങ്ങനെ ലഘുഭക്ഷണം കഴിക്കണമെന്നുള്ള തോന്നലുണ്ടാവില്ല. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യുവേ. അപ്പോൾ ഒരു മുട്ട കഴിച്ചാൽ തന്നെ നമുക്ക് ഉച്ചയായാലും നമുക്ക് വിശക്കില്ല. എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വലിയ പണിയൊന്നുമില്ല, റിട്ടയർഡായിട്ടൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു മുട്ടയും അതുപോലെ ഓട്സ്, നട്ട്സ്,
ഒക്കെ ഇട്ട ഓട്സ് അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ നമുക്ക് പിന്നെ കിനോവ എന്നൊക്കെ പറയാം, നല്ലതാണ് കേട്ടോ. അതായത് മെയിനായിട്ട് പിന്നെ നല്ല നാരുകളുള്ള ഗ്രെയിൻസ് കേട്ടോ, അതാണ് ഹോൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ പിന്നെ ചോറ് തവിട് കളയാത്ത ബ്രൗൺ റൈസ് ഉണ്ടല്ലോ, അത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഗോതമ്പ്, സാധാരണ ഗോതമ്പ് പൊടിച്ചുകൊണ്ടുവന്ന് നമ്മൾ അരിക്കുമല്ലോ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അരിക്കരുതെന്നാണ് പറയണേ. ഗോതമ്പ് പൊടി അരിക്കാതെ കഴിക്കണമെന്നാണ് പറയണത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള നാരുകളും അതിനുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ അരിക്കലൊന്നും വേണ്ട ഗോതമ്പ്. ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും വാങ്ങുന്നത് കൊണ്ട് അത് അവരടിക്കുന്നുണ്ടോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ച് അരിക്കും. അതൊരു ജോലിയായിരുന്നു സ്ത്രീകൾക്ക് വീട്ടിൽ. അപ്പോൾ അത് വേണ്ടെന്നാണ് പറയണത്. അരിക്കാതെ ആ ഉമ്മിയോടുകൂടി ഗോതമ്പ് വെച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. മുട്ട കഴിക്കാം, ഓട്സ് കഴിക്കാം. ഇതെല്ലാം നമുക്ക് ഈ പ്രോട്ടീൻ, പിന്നെ മീനൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ. ചിക്കനൊക്കെ രാവിലെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നമ്മൾ കഴിക്കണ്ട. ഇനിയിപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ ഒരു കഷ്ണം മീനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. സാധാരണ നമ്മൾ മടിക്കും രാവിലെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നാരുകൾ അടങ്ങിയ ഫുഡ് കേട്ടോ. നാരുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫൈബർ എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായിട്ട് നടക്കുന്നതിനും വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ പുറന്തള്ളുന്നതിനും എല്ലാത്തിനും ഈ നാരുകളടങ്ങിയ ഭക്ഷണം ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് നമ്മൾ പിന്നെ സീഡ്സ് അതുപോലെ തന്നെ സീഡ്സ്, അതായത് ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പങ്കിൻ സീഡ്സ് തുടങ്ങിയ സീഡ്സൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നട്ട്സ് കഴിക്കാം. പിന്നെ പങ്കിൻ ഇതുണ്ടല്ലോ, മത്തങ്ങക്കുരു, അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കഴിക്കാം കേട്ടോ. അധികമൊന്നും കഴിക്കണ്ട, നമുക്ക് ആവശ്യത്തിന് കുറച്ച്. അതുപോലെ കപ്പലണ്ടി ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്ക് ആ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഈ നാരുകൾ അടങ്ങിയിരിക്കുന്നത്. പിന്നെ എന്താ വേണ്ടത്, ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് പറയൂലേ, എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടുമെന്ന്. അത് സത്യമാണ്. ആപ്പിളിൽ അത്രയും വൈറ്റമിൻസും മിനറൽസും നാരുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ പോലെ തന്നെ ബനാന, പേരയ്ക്ക ഇതെല്ലാം നമുക്ക് കഴിക്കാം. പിന്നെ ക്യാരറ്റ്, പച്ചക്കറിയാണെങ്കിൽ ക്യാരറ്റ്, പിന്നെ ഇലവർഗ്ഗങ്ങൾ, അങ്ങനെ പയർ വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പ്രഭാത ഭക്ഷണം ക്രമീകരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരഭാരം കുറയും, നിങ്ങൾ എനർജറ്റിക് ആവും, ഒത്തിരി അസുഖങ്ങൾ വരാതിരിക്കും, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഈ പ്രഭാതത്തിൽ ഈ ശീലങ്ങൾ ശീലിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ കാണുള്ളൂ. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.